ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് 10ന്റെ കോർഡിനേറ്റ് ജിയോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ദ പോയിന്റ് 3064 ആൻഡ് -13 ആർ ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ഐസോസെലസ് ട്രയാംഗിൾ. അല്ലേ? നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിളിലാണ് ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3064 -13 എന്നാണ്. അപ്പൊ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാം. ഇതിലെ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡ്സ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം അല്ലെ? അത് നമുക്ക് AC-യും AB-യും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം അല്ലെ? അപ്പം കൂടാതെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡ് ഒരു ആംഗിളിൽ നമുക്ക് എന്താണ് 90 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ഐസോസെലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് സൈഡ്സ് നമുക്ക്, അതായത് AB ഈസ് ഈക്വൽ ടു AC ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓരോന്നിന്റെയും നമുക്ക് ഏതാണ് പോയിന്റ് തന്നിരിക്കുന്നത്? എയുടെ ഏതൊക്കെയാ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. എയുടെ ഏതാണ് പോയിന്റ് തന്നിരിക്കുന്നത്? 30 അല്ലെ? പിന്നെ ബിയുടെ നമുക്ക് 64 ആയിട്ട് എടുക്കാം. സിയുടെ നമുക്ക് -13 ആയിട്ടും എടുക്കാം. ഓക്കെ, നമുക്ക് ഏതൊക്കെയാ സൈഡ്സ് ആദ്യം കാണണം. AB കാണണം, AC കാണണം, പിന്നെ BCയും കാണണം അല്ലെ? അപ്പം AB നമുക്ക് ആദ്യം കാണാം. AB സൈഡില് നമുക്ക് പോയിന്റ് വെർട്ടിസസ് തന്നിരിക്കുന്നത്. A എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. B എന്ന് പറയുന്നത് 64 ആണ്. നമുക്കിത് എങ്ങനെയായിട്ട് എടുക്കാം? x1 y1 അല്ലെ? x2 y2 ആയിട്ട് എടുക്കാം. അപ്പൊ x1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 3 ആയിട്ട് വരും. x2 y1 എന്ന് പറയുന്നത് 0 ആയിട്ടും വരും. ദെൻ x2 എന്ന് പറയുന്നത് 6, y2 എന്ന് പറയുന്നത് 4 അല്ലെ? ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കാം. ഡിസ്റ്റൻസ് ഫോർമുല D ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ അല്ലെ? ഇതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? അതായത് AB ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സൈഡ് അല്ലെ? AB കണ്ടുപിടിക്കുക. അതില് ഈ ഫോർമുലയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. S2 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. മൈനസ് x1 എന്ന് പറയുന്നത് 3 ആണ് അല്ലെ? ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് 4 ആണ്. y1 എന്ന് പറയുന്നത് 0 ആണ്. സ്ക്വയർ. അപ്പം റൂട്ട് ഓഫ് 6 മൈനസ് 3 എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 4 മൈനസ് 0 സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 6 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 അല്ലെ? ഈസ് ഈക്വൽ ടു എത്ര വരും? 16 പ്ലസ് 9 എത്രയാണ്? 25. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയായിട്ട് വരും? 5. അപ്പൊ നമുക്ക് AB എന്ന് പറഞ്ഞ സൈഡ് കിട്ടി. എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? 5 അല്ലെ? ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് കാണാം. ഇനി നമുക്ക് കാണേണ്ടത് AC കാണാം അല്ലെ? AC എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് 30. എയുടെ 30 വരും. ദെൻ സിയുടെ വരുന്നത് -13 വരും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്തായിട്ട് എടുക്കാം? x1 ഈസ് ഈക്വൽ ടു 3 ആയിട്ട് എടുക്കാം. y1 ഈസ് ഈക്വൽ ടു 0 ആയിട്ടും എടുക്കാം. ദെൻ ഇത് x2 ഈസ് ഈക്വൽ ടു -1 ആൻഡ് y2 ഈസ് ഈക്വൽ ടു 3 അല്ലെ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഫോർമുല ഇട്ട് കൊടുക്കണം അല്ലെ? ഡിസ്റ്റൻസ് ഫോർമുല D ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത്? ഈ ഫോർമുല ഇട്ട് കൊടുക്കണം. അതായത് ഏത് സൈഡാണ് നമ്മൾ എടുക്കുന്നത്? AC അല്ലെ? AC ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? x2 എന്ന് പറയുന്നത് -1 അല്ലെ? x1 എന്ന് പറയുന്നത് -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ 3 ആണ് അല്ലെ? 3 മൈനസ് y1 എന്ന് പറയുന്നത് 0 ദ ഹോൾ സ്ക്വയർ
അല്ലെ? അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? -1 -3 എന്ന് പറഞ്ഞാൽ -4 അല്ലെ? -4 സ്ക്വയർ പ്ലസ് 3 - 0 3 സ്ക്വയർ. അപ്പൊ -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ഈസ് ഈക്വൽ ടു √25. √25 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 5 അല്ലെ? സ്ക്വയർ റൂട്ട് 5. അപ്പം എ ബിയും നമുക്ക് 5 കിട്ടി, എ സിയും നമുക്ക് 5 കിട്ടി. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എ ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? എ സി കിട്ടി. ഇനി എന്തോ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബി സി എന്താന്ന് കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വീണ്ടും എഴുതുക. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എ ബിയുടെയും സിയുടെയും വാല്യൂ അറിയാം. നമുക്ക് ബി എന്ന് പറയുന്നത് 64 ആണ്, ആൻഡ് സി എന്ന് പറയുന്നത് -13 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് x1 എന്തായിട്ട് എടുക്കാം? x1 എന്ന് പറയുന്നത് 6, then x2 എന്ന് y1 എന്ന് പറയുന്നത് 4, then x2 എന്ന് പറയുന്നത് -1 and y2 എന്ന് പറയുന്നത് 3. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഏതാ കണ്ടുപിടിക്കുന്നത്? ബി സിയുടെ വാല്യൂ. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് -1 മൈനസ് x1 എന്ന് പറയുന്നത് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് എത്രയാണ്? 3 മൈനസ് y1 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 4 അല്ലെ? 4 ദ ഹോൾ സ്ക്വയർ. then 6 മൈനസ് 1 -1ഉം -6ഉം കൂടെ എത്രയാകും? -7 സ്ക്വയർ പ്ലസ് 3 - 4. 3 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ദ സ്ക്വയർ. then -7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 അല്ലെ? 49 പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? √50 എന്ന് കിട്ടും അല്ലെ? √50യെ നമുക്ക് എങ്ങനെ മാറ്റാം? √50 25 × 2 എന്ന് നമുക്ക് എഴുതാമല്ലോ. 25 × 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25ന്റെ സ്ക്വയർ റൂട്ട് എത്ര കിട്ടും? 5 കിട്ടും അല്ലെ? 5√2 എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും അല്ലെ? ഇനി നമുക്ക് ബി സി നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് 5√2 അല്ലെ? ഇനി നമുക്ക് പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണോ നോക്കാം. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താ നമുക്ക് പറയുന്നത്? എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ബി സി സ്ക്വയർ ആയിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് എ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 5 അല്ലെ? 5ന്റെ സ്ക്വയർ പ്ലസ് എ സിയുടെ സ്ക്വയർ എന്താണ്? 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ. ബി സി എന്ന് പറയുന്നത് എന്താണ്? 5√2 ദ ഹോൾ സ്ക്വയർ അല്ലെ? ഇത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പൊ നോക്കിയേ, 5 സ്ക്വയർ എത്രയാണ്? 25 കിട്ടും. then ഈ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 √2ന്റെ സ്ക്വയർ 2 അല്ലെ? അപ്പൊ നമുക്ക് എത്രയായിട്ട്? 25 പ്ലസ് 25 എത്രയാണ്? 50. 50 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാംഗിൾ ആണ് അല്ലെ? നമുക്ക് ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഇത് ചെയ്തതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.